ഇതൊരു കഥപ്പാട്ടാണ്. ഒരു ചെറിയ കഥ. ചങ്ങോരനും ദേവിയും. അങ്ങാടി കോലത്തൊരമ്പലത്തിൽ ചങ്ങോരനെന്നൊരാൾ വന്നൊരിക്കൽ കേറിപ്പറിഞ്ഞ വസനങ്ങളും ഏറിയയാളൊരവശരൂപം. അമ്പലം വാഴുന്ന ദേവിയാൾക്കോരൽപ്പമലിവാർന്നു കൺതുറന്നു. ഒപ്പമൊരു ചെറു കാവലാളായി ചങ്ങോരനുമായി നടന്നു ദേവി. 10 അടി മുന്നോട്ട് പോയ നേരം ഒത്തൊരു മാനിനെ കണ്ടയാളും കണ്ടു. കലമാൻ കഴുത്തിലപ്പോൾ 10 മാറ്റുള്ള പൊൻപതക്കം. ചേലിൽ ചിരിച്ചൊരു പെണ്ണൊരുത്തി അമല ചൂണ്ടിയ അനുഭാവത്താൽ ചൊന്നതുപോലെ അയാൾക്കു തോന്നി. ചെന്നങ്ങെടുത്തോളൂ ഭാഗ്യദാനം. പിന്നെ പറയാനുമുണ്ടോ കണ്ടു ചങ്ങോരൻ മെല്ലെ ധനികനായി. ചുമ്മാധനം നിന്ന് കൊടുന്തോറും ചങ്ങോരനേറ്റം പിശുക്കനായി. ഒന്നും കൊടുക്കില്ല ആർക്കുമൊട്ടും എന്നും ദുരാഗ്രഹിക്കാർത്തി തന്നെ. ഭാഗ്യത്തിൻ ദേവിയെ ഓർക്കുന്നില്ല ഭോഗിയായേറ്റം അഹങ്കാരിയും. എന്തെങ്കിലും ഒന്ന് കണ്ടില്ലെങ്കിൽ തല്ലും അവൻ സ്വന്തം ഭാര്യയെയും. പിള്ളേരെങ്ങാരും എടുത്തെങ്കിലോ പിന്നെ പറയാനുമില്ല മേളം. അയ്യോയോരോടിനും കാണാനില്ല സൂചി എന്നോടിയേറ്റാക്രാന്തനായി. കെട്ടിയോൾക്കും പിന്നെ കുട്ടികൾക്കും ഇഷ്ടം പോലങ്ങു കൊടുത്തു നിജം. അപ്പോഴവീട് ആകാശത്തിൽ നീല നിറം മാറി ചോന്നു വേഗം. കണ്ണു ചുവന്നൊരാ ദേവിയപ്പോൾ പിന്നു നിറഞ്ഞ കണായി വന്നു. ചങ്ങോരൻ നിന്ന് വിറച്ചു ദേവി ജ്വലിച്ചരുൾ മൊഴിയായി. നീജ നീലക്കന്തിനായി ധനം കൂടെ വന്നുകളെ ദ്രോഹിക്കാനോ ആർക്കും ഉപകാരിയായുമില്ല. ആരോടും നന്ദിനായാവുമില്ല. നേടുന്നതേക്കാൾ കൊടുത്തിടണം നേട്ടമതൊന്നു താൻ ജീവിതത്തിൽ. ലോകിക്കരുതൊട്ടും വീണരെയും സേവിച്ചിടണമങ്ങാവും പോലെ. സാക്ഷാത്കരിച്ചിടുന്നിതെല്ലാം എന്നിട്ടേ ഭാഗ്യമിനി വരുള്ളൂ. ചങ്ങോരനപ്പോൾ